തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകര നേതാവ് അറസ്റ്റിൽ. നിരോധിത സംഘടനയായ CPI പോളിറ്റ് ബ്യൂറോ അംഗം മിസിർ ബസ്രയെ ഝാർഖണ്ഡിൽ നിന്നാണ് സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തത്. ബസ്രയ്ക്കൊപ്പം 4 മാവോയിസ്റ്റ് പ്രവർത്തകരെയും പിടികൂടിയതായി പോലീസ് അറിയിച്ചു. ഝാർഖണ്ഡ് പോലീസും കേന്ദ്ര സുരക്ഷാ ഏജൻസികളും സംയുക്തമായി നടത്തിയ രഹസ്യ ഓപ്പറേഷനിലാണ് ധൻബാദ് ജില്ലയിൽ നിന്ന് ബസ്ര പിടിയിലായത്. ഝാർഖണ്ഡിലെ ഗിരിഡിഹ് സ്വദേശിയായ മിസിർ ബെഹ്റ കിഴക്കൻ ഇന്ത്യയിലെ റെഡ് കോറിഡോർ മേഖലയിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന പ്രധാന നേതാവാണ്. സുരക്ഷാ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ, പിരിവ്, ആയുധക്കടത്ത്, കലാപ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ്. 2007 അറസ്റ്റ് ചെയ്യപ്പെട്ട ബസ്ര 2009 കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടതോടെ വീണ്ടും ഒളിവിൽ പോവുകയായിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. വിവിധ സംസ്ഥാനങ്ങളിലെ 154 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ബസ്ര ഝാർഖണ്ഡ്, ഒഡീഷ ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റ് ബാധിത സംസ്ഥാനങ്ങളിലെ നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരനാണ്. അറസ്റ്റിന് പിന്നാലെ ബിസ്രയും മറ്റു പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സജീവ മാവോയിസ്റ്റ് പ്രവർത്തകരുടെ വിവരങ്ങൾ, സംഘടനയുടെ ഘടന, ആയുധശേഖരണവും വിതരണ ശൃംഖലയും, സാമ്പത്തിക ഉറവിടങ്ങളും ഭാവി ആക്രമണ പദ്ധതികളും സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ചോദ്യം ചെയ്യലിലൂടെ ലഭിക്കുമെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ പ്രതീക്ഷ. അതേസമയം ചൊവ്വാഴ്ച തന്നെ ഝാർഖണ്ഡിൽ 16 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയതും സുരക്ഷാ സേനയ്ക്ക് മറ്റൊരു വലിയ നേട്ടമായി. 39 ലക്ഷം രൂപയുടെ ആകെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന 6 മാവോയിസ്റ്റ് നേതാക്കളും കീഴടങ്ങിയവരിൽ ഉൾപ്പെടുന്നു. 2026 ഇതുവരെ ഝാർഖണ്ഡിൽ 93 മാവോയിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യുകയും 45 പേർ കീഴടങ്ങുകയും 22 പേർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തതായി പോലീസ് കണക്കുകൾ വ്യക്തമാക്കുന്നു. ബംഗാളിലെ നക്സൽബാരി ജില്ലയിൽ 1967 മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളുമായി അതിർത്തിയുള്ള ഒരു ട്രൈ ജംഗ്ഷനാണ് നക്സൽബാരി. സാമൂഹിക അനീതിയിൽ വേരൂന്നിയ പോരാട്ടമായിരുന്നു തുടക്കത്തിൽ നക്സലിസം. സാമൂഹികവും സാമ്പത്തികവുമായ അവഗണനയാണ് ആളുകളെ മാവോയിസ്റ്റ് ആശയങ്ങളോട് ചേർത്ത് നിർത്തിയത്. നേപ്പാളിലെ പശുപതി മുതൽ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി വരെ നീളുന്ന ഒരു ചുവപ്പ് ഇടനാഴി നിർമ്മിക്കാനാണ് മാവോയിസ്റ്റുകൾ ലക്ഷ്യമിട്ടത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത നീക്കങ്ങളും വികസന പ്രവർത്തനങ്ങളും ശക്തമായതോടെ ഒരു കാലത്ത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായിരുന്ന മാവോയിസ്റ്റുകൾ ഇല്ലാതാവുകയാണ്. എന്നാൽ മാവോയിസ്റ്റ് ആശയം പേറിയവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന ചോദ്യവും പൊതുസമൂഹത്തിൽ ബാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.